ഹലോ ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും ഒരു ഡ്രൈവിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഡ്രൈവിംഗ് വീഡിയോസ് ഒന്നും ഇടുന്നില്ല, മൊത്തം ട്രാവൽ വീഡിയോസ് ആണ്, അത് എന്താണെന്നൊക്കെ ചിന്തിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു ഡ്രൈവിംഗ് ട്യൂട്ടർ ഒന്നും അല്ല. ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, അല്ലെ ഞാൻ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യാൻ പഠിച്ചത്, അതിൻ്റെതായ രീതികൾ, ഇതൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇന്നും അതുപോലെ തന്നെ ഒരു കാര്യം അതിനകത്ത് ഏകദേശം എല്ലാം ഞാൻ കവർ ചെയ്തു. പിന്നെ എനിക്ക് പറയണമെന്ന് തോന്നി, നിങ്ങൾക്ക് പ്രയോജനകരമാകുമെന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ വീണ്ടും പറയുന്നത്. പിന്നെ നമുക്ക് പറഞ്ഞല്ലേ, നമ്മുടെ മൂഡ് എന്ന് വെച്ചാൽ നല്ല സന്തോഷമുള്ള ദിവസങ്ങളാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് സംസാരിക്കാൻ തോന്നും. ഇന്നും സത്യത്തിൽ അതുപോലെ ഒരു ദിവസമാണ്. കാരണം കുറേ നാളായിട്ട് നമ്മള് ഡ്രീം ചെയ്തു വെച്ചിരുന്ന ഒരു യാത്ര അത് സ്റ്റാർട്ട് ചെയ്യാനേ, ഒരു റോഡ് ട്രിപ്പ്, 3 സ്റ്റേറ്റ് കവർ ചെയ്തുകൊണ്ടുള്ള ഒരു റോഡ് ട്രിപ്പ് ഞങ്ങൾ കുറെ നാളായിട്ട് കരുതുന്നു. ഇപ്പോഴാണ് നമുക്ക് സമയം കിട്ടുന്നത്. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതിനു മുന്നേ ഞാൻ ആ ഡ്രൈവിങ്ങിനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് എനിക്ക് അറിയാവുന്നതും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ഞാൻ അങ്ങനാണല്ലോ ഡെവലപ്പ് ചെയ്തത് എന്ന് ഓർത്തിട്ട് ആ കാര്യങ്ങൾ നിങ്ങളോട് പറയാമല്ലോ എന്ന് കരുതി. എന്ന് വെച്ചാൽ ഡ്രൈവിങ്ങിന്റെ കോൺഫിഡൻസ് കൂട്ടാനുള്ള സയന്റിഫിക് വേസ്, അതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതൊരു 4 പ്രധാന ഹെഡിങ്ങിലായിട്ട് ടോട്ടൽ ഒരു 16 പോയിന്റ് ഉണ്ട്. ഞാൻ തന്നെ നോട്ട് ചെയ്തൊക്കെ വെച്ചതാണ്, എനിക്ക് തോന്നിയതും ഞാൻ ചെയ്തതുമായിട്ടുള്ള. അപ്പൊ നമുക്ക് അത് ഓരോന്നായിട്ട് ഏതൊക്കെയാണെന്നൊന്ന് പറയാം. ഞാൻ വണ്ടി ഓടിച്ചോണ്ടാണ് അത് പറഞ്ഞു തുടങ്ങിയതും. ഇപ്പൊ വിചാരിക്കുന്ന അങ്ങനെ വേണ്ട, സൈഡ് ഒതുക്കിയിട്ട് നിങ്ങളോട് നല്ല ഫ്രീ ആയിട്ട് സംസാരിക്കാമല്ലോ എന്ന് കരുതി. അപ്പൊ അങ്ങനെ വണ്ടി ഒതുക്കിയിട്ടെന്നാ പറയാന്ന് കരുതി. അപ്പൊ നമ്മൾ പറഞ്ഞു തുടങ്ങി എന്താണെന്ന് വെച്ചാൽ സയന്റിഫിക് വേസ്, നമ്മുടെ ഡ്രൈവിംഗ് കോൺഫിഡൻസ് കൂട്ടാനുള്ള സയന്റിഫിക് മാർഗങ്ങൾ. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ബുക്സിലൊന്നും ഉള്ളതൊന്നും അല്ല. ഞാൻ പഠിച്ചതും എനിക്ക് തോന്നിയതായിട്ടുള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ ഓർമ്മ വെച്ചിട്ട് നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ. അപ്പം അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടും ഒന്നാമതുള്ളതും എന്താണെന്ന് വെച്ചാൽ ബേസിക് റൂൾസിന്റെ അവയർനെസ് ആണ്. അത് നിങ്ങൾ എന്തായാലും അറിയണം. അതെന്തായാലും നമ്മൾ ലൈസൻസ് എടുക്കുന്നവർക്ക് അത് കിട്ടും. ഒന്നാമത്തെ അറിയാമല്ലോ, നമ്മുടെ ട്രാഫിക് റൂൾസ് എന്താണെന്ന് അറിയണം, ട്രാഫിക് ലൈൻസ് എന്താണെന്ന് അറിയണം. പിന്നെ അടുത്ത വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയെ കുറിച്ചുള്ള മിനിമം അവയർനെസ്. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എനിക്കറിയാം. നിങ്ങളെല്ലാം ലൈസൻസ് ഇട്ട് കുറേയൊക്കെ ഓടിക്കുന്നവരാണ്. പിന്നെ കോൺഫിഡൻസ് എങ്ങനെ കൂട്ടാം എന്നുള്ളതിനുള്ള ഒരു പ്രശ്നമായിരിക്കാം നിങ്ങൾക്ക് മെജോറിറ്റി ആൾക്കാർക്കും അഭിമുഖീകരിക്കുന്നത്. അപ്പം അത് മാറ്റാൻ വേണ്ടിയുള്ള, അപ്പം 1 ബേസിക് റൂൾസ്, 2 വണ്ടിയെ കുറിച്ചുള്ള മിനിമം അവയർനെസ്. പിന്നെ നമുക്കറിയാമല്ലോ, നമ്മൾ ഏത് കാര്യം ചെയ്താലും നമ്മുടെ ഈ മസിൽ മെമ്മറി പോലെ നമുക്കൊരു മെമ്മറി ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, വണ്ടി എവിടെയെങ്കിലും ഒക്കെ നിർത്തിയിട്ടിട്ട് നിങ്ങൾ കാലെടുത്തിച്ചിട്ട് ക്ലച്ചും ആക്സിലേറ്ററും ബ്രേക്കും മാറി 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 ചവിട്ടി നോക്കുക. ഇങ്ങനെ ചുമ്മാ നമ്മൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കണം, ഇതിപ്പോ ഇങ്ങനെയാണ്, ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ബ്രേക്ക് ഔട്ടും, ഇത് കൊടുത്താൽ ആക്സിലേറ്റർ, ഇത് ക്ലച്ച് ചവിട്ടിട്ട് ഗിയർ മാറും എന്നുള്ള. ആദ്യം വണ്ടി ഓഫ് ചെയ്തിട്ട് കുറച്ചു നേരം ചെയ്ത് നോക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് തന്നെ അറിയാം, നമ്മളെ കാലറിയാതെ ബ്രേക്കിലും ആക്സിലേറ്ററിലും ഒക്കെ മാറി മാറി വരും. ഇത് നമ്മുടെ മസിൽ മെമ്മറി കൊണ്ട് വരുന്നതാണ്. അപ്പൊ ഈ മസിൽ മെമ്മറി ഇംപ്രൂവ് ചെയ്താൽ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പൊ ഈ 3 കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ളതാണ്. അടുത്ത രണ്ടാമത്തെ മെയിൻ കണ്ടന്റ് വരുന്നതാണ് ഗ്രാജുവൽ എക്സ്പോഷർ ആൻഡ് പ്രാക്ടീസ്. ഇതെന്ന് വെച്ചാൽ എന്താണെന്നറിയാവോ, നമ്മള് ഒരു റോഡ്, നമുക്കിപ്പം ആരുമില്ല, നമ്മുടെ ആരും കൂടിരിക്കാനോ പഠിപ്പിക്കാനോ ഒന്നും ഇല്ലാത്ത സ്റ്റേജ് ആണെങ്കിൽ പോലും നമ്മൾ പതുക്കെ വണ്ടി എടുക്കുക. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വണ്ടി എടുത്ത് അവിടെ വരെ പോവുക, റിവേഴ്സ് എടുക്കുക, തിരിച്ചു വരിക. അങ്ങനെ ആ റോഡിൽ കുറേ സമയം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ റോഡ് സുപരിചിതമാവും. എന്നുവെച്ചാൽ ഓടിക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി ഒരു കുറെ ഭാഗം ഓടിക്കുക. എന്നുവെച്ചാൽ ആ റോഡിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാൽ ഈ റോഡ് നമുക്ക് നല്ലോണം ഓർമ്മ നിൽക്കും. ഇതെന്താണ് അതിന്റെ കണ്ടീഷൻസ് ഒക്കെ നമുക്കറിയാൻ പറ്റും. അപ്പം പിന്നെ അതേ റോഡിൽ തന്നെ ഡിഫറെന്റ് കണ്ടീഷൻസിൽ നിങ്ങൾ വണ്ടി ഓടിക്കുക. എന്ന് വെച്ചാല് ഇപ്പം മഴ സമയത്ത്, വെയിൽ സമയത്ത്, രാവിലെ, വൈകുന്നേരം, രാത്രിയില്, അങ്ങനെ പല കണ്ടീഷൻസിൽ ആ സെയിം റോഡിൽ നമ്മൾ ആദ്യം ഓടിച്ചു തുടങ്ങുന്ന സമയത്തുള്ളതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഓടിച്ചു തുടങ്ങുക. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ആ പേടി നമുക്ക് അങ്ങ് മാറിക്കിട്ടും. അല്ലെങ്കിൽ ആ ഒരു റോഡ് പുതിയതായിട്ട് അറിയുന്നു എന്നുള്ളതിന്റെ ഒരു വിഷമം അതങ്ങ് മാറിക്കിട്ടും. അപ്പം അത് നിങ്ങൾ ചെയ്യുക. അടുത്തൊരു മെയിൻ പോയിന്റ് വരുന്ന എന്താന്ന് വെച്ചാല് ട്രിഗേഴ്സ്. അപ്പൊ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഇട്ടപ്പോൾ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലിയ വണ്ടികൾ കാണുമ്പോഴൊക്കെ മനസ്സിലൊരു വെപ്രാളമാണ്, ഭയങ്കരമായിട്ട് ടെൻഷൻ കൂടും എന്നൊക്കെ ഉള്ളത്. ഇതാണ് നമ്മുടെ ട്രിഗേഴ്സ്. ഈ ട്രിഗേഴ്സ് എന്തൊക്കെയാണെന്ന് ഇപ്പൊ വേറൊരാൾ പറയുന്നതിനേക്കാളും നമുക്ക് മാത്രമേ അറിയൂ. നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിനെ വെർബലൈസ് ചെയ്യണം.
നോക്കണം, ഇന്നത് വരാൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ നമ്മളത് മനസ്സിൽ കണ്ടിട്ട് നമ്മൾ അതിനു വേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുക. അങ്ങനെ ഇത് വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളത് ആ പ്രിപ്പയർ ചെയ്തിരുന്ന് കഴിഞ്ഞാൽ ഇത് വന്നാലുണ്ടല്ലോ നമുക്കൊന്നും തോന്നത്തില്ല. പിന്നെ ഇത് പ്രധാനമായിട്ടും അത് മാറാനുള്ളത് ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഇത് വന്ന് അഭിമുഖീകരിച്ചാൽ മാത്രമേ നമുക്കത് മാറൂ. ആദ്യത്തെ ഒരു വട്ടം മാറും, പിന്നെ ആദ്യത്തെ ഒരു വട്ടം ഭയങ്കരമായിട്ട് ടെൻഷനായിരിക്കും, രണ്ടാമത് വരുമ്പോഴത്തേക്ക് ഇത് പൂർണ്ണമായിട്ട് മാറും. അപ്പൊ ഈ 3 കണ്ടീഷൻസ് നിങ്ങൾ ഭയങ്കരമായിട്ട് ഓർക്കണം. പിന്നെ ഈ ഡ്രൈവിംഗ് കോൺഫിഡൻസ് കൂട്ടാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അടുത്തത് എന്ന് വെച്ചാൽ മെന്റൽ ആൻഡ് ഇമോഷണൽ വെൽബീയിങ്. എന്ന് വെച്ചാൽ നമ്മൾ മെന്റലി നല്ല ഫ്രീ ആയിരിക്കണം. അത് വണ്ടി പഠിക്കാൻ പോകുമ്പോഴായാലും ഡ്രൈവ് ചെയ്യുമ്പോഴായാലും എപ്പോഴും എന്ന് വെച്ചാൽ ഡ്രൈവ് ചെയ്യുന്നതിന് മുന്നായാലും. അപ്പം അതിന് വേണ്ട പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്നാമത്തത്, നിങ്ങൾ നല്ല ഡീപ്പ് ബ്രീത്ത് എടുക്കുക. നമ്മൾ കേട്ടിട്ടില്ലേ, നല്ലോണം ശ്വാസം എടുക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യും. അത് ഡ്രൈവിങ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷൻ ആവും. വണ്ടി ഓടിക്കുന്ന സമയത്ത് എതിരെ വണ്ടി വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് പ്രശ്നം വരും. അപ്പൊ സൈഡ് ഒതുക്കിയിട്ട് പതുക്കെ നല്ലൊരു ഡീപ്പ് ബ്രീത്ത് എടുത്ത് കുറച്ചു നേരം ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ തന്നെ നമ്മൾ മെന്റലി ഭയങ്കര റിലാക്സ് ആവും. എന്നിട്ട് നിങ്ങൾ പതുക്കെ വണ്ടി എടുക്കുക. പിന്നെ രണ്ടാമത്തതാണ് വിഷ്വലൈസ് സക്സസ്. എന്ന് വെച്ചാൽ നമ്മുടെ വിജയം നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. എന്താ, ഇപ്പം ഞാൻ പണ്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ചിന്തിക്കും, ഈ ബസ് കയറാനൊക്കെ നിൽക്കുമ്പോൾ ചിന്തിക്കും, ഈശ്വര എന്നാണ് ഇതുവഴി ഒന്ന് വണ്ടി ഓടിച്ചോണ്ട് പോകുന്നത്. എന്നിട്ട് ഞാനിങ്ങനെ സ്വപ്നം കാണും, ഞാൻ ഇതുവഴി വണ്ടി ഓടിച്ചോണ്ട് പോകും, എന്നെ ഇന്നലെ കുറ്റം പറഞ്ഞവർ, എന്നെ പുച്ഛിച്ചവരൊക്കെ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമല്ലോ എന്ന്. അപ്പൊ ഇത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്താൽ, നിങ്ങൾ ഓരോരുത്തരും വിഷ്വലൈസ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മളെ ഇപ്പൊ കുറ്റം പറയുന്നവര്, വഴക്ക് പറയുന്നവരൊക്കെ നാളെ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യണം, എന്നാലും കേട്ടോ അവളിപ്പോ ചെയ്തല്ലോ എന്നുള്ളത്. അപ്പം അത് നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. ഞാൻ സക്സസ് ആയാൽ ഇതൊക്കെ എൻ്റെ ലൈഫിൽ സംഭവിക്കും, ഇത്രയും പേരെന്നെ അപ്രീഷിയേറ്റ് ചെയ്യും, ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ നടക്കും എന്നൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിക്കുക. അപ്പൊ തന്നെ നമുക്കൊരു പോസിറ്റീവ് തിങ്കിങ് കിട്ടും. അടുത്തത്, നമ്മുടെ നെഗറ്റീവ് തോട്ടുകളെ ചലഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എനിക്ക് പറ്റില്ല എന്നത്, ആ ചിന്താഗതി ഉണ്ടല്ലോ, അതിനെ പൂർണ്ണമായിട്ട് എടുത്തു മാറ്റുക. എനിക്ക് പറ്റും, എന്നെ കൊണ്ട് പറ്റും, ഇച്ചിരി ബുദ്ധിമുട്ടിയാലും എന്നെ കൊണ്ട് പറ്റും, പറ്റാത്ത ഒരു കാര്യങ്ങളും ഇനി ലോകത്തില്ല എന്ന് നമ്മൾ ആദ്യം നമ്മളോട് നമ്മൾ തന്നെ പറയുക. എന്ന് വെച്ചിട്ട് പോസിറ്റീവ് തിങ്കിങ്. അപ്പൊ അത് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യമാണ്. അപ്പം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർത്തു വെച്ചല്ലോ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ ആരോടെങ്കിലും സപ്പോർട്ട് ചോദിക്കാൻ ഒരു മടി ഉണ്ടെങ്കിൽ അത് മാറ്റുക എന്നുള്ളത്. കാരണം നമുക്ക് അറിയാത്തൊരു കാര്യം നമ്മൾ ഒരാളോട് ചോദിക്കുന്നതിന് നമുക്ക് യാതൊരു മടിയും വേണ്ട. അതെന്തായാലും നിങ്ങൾ ആ മടി മാറ്റി വെച്ച് ഒരാളോട് ചോദിക്കാൻ നിങ്ങൾ ചോദിക്കണം, അത് വേണം. പിന്നെ ഇതിനകത്ത് തന്നെ വേറൊരു കേസ് ഉണ്ട്, നിങ്ങൾ ഒരു റൈറ്റ് പേഴ്സണോട് വേണം അത് ചോദിക്കാൻ. കാരണം മനുഷ്യർ പലതരത്തിലാണ്, നിങ്ങൾക്കറിയാമല്ലോ. ചിലര് നമ്മളെ നല്ലത് പറഞ്ഞ് പോസിറ്റീവ് പറഞ്ഞ് നമ്മളെ കൂടെ നിർത്തും, നമ്മളെ കൊണ്ട് പറ്റും എന്ന് പറയും. ചിലരാണെങ്കിൽ നമ്മൾ ഉള്ളതും കൂടെ നെഗറ്റീവ് അടിച്ചു കളയും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനകത്തോ ഫ്രണ്ട് സർക്കിളിനടക്കോ നിങ്ങൾക്ക് പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യുന്നത് ആരാണോ അവരെ കണ്ടെത്തിയിട്ട് അവരോട് നിങ്ങൾ സപ്പോർട്ട് ചോദിക്കുക. അപ്പൊ അവർക്ക് നമുക്ക് ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ അവരെന്തിനും നമ്മുടെ കൂടെ നിന്നോളും. അപ്പൊ അങ്ങനെയുള്ളവരെ നിങ്ങൾ മാക്സിമം നോക്കുക. ഇനി അവരിൽ നിന്നും സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഇൻസ്ട്രക്ടറെ, എന്ന് വെച്ചാൽ ഇപ്പൊ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടേഴ്സ് ധാരാളം ഉണ്ട്, അവരുടെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ചോദിക്കാം. നേരത്തെ നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ കൂടിയിരിക്കുമ്പോൾ ഉള്ളതൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല. അവര് ശരിക്കും നമ്മൾ കൂടിയിരുന്ന് അവരുടെ സപ്പോർട്ട് കൂടി നമുക്ക് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംശയങ്ങൾ അവരോട് ചോദിക്കാം, അവരത് പോസിറ്റീവില് പറഞ്ഞു തരും, അത് നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുമില്ലെങ്കിൽ എന്തായാലും ഇൻസ്ട്രക്ടറുടെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടേഴ്സിന്റെ സപ്പോർട്ട് നിങ്ങൾ ചോദിക്കാം. അപ്പം ഞാൻ ഈ പറഞ്ഞതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, ഞാൻ ചെയ്തതും അത് തന്നെയാണ്, നമ്മുടെ സക്സസ് നമ്മൾ വിഷ്വലൈസ് ചെയ്യാന്നുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ തോറ്റുപോകാൻ ആർക്കും ഇഷ്ടമല്ല, നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ തന്നെ 99% ലേഡീസിനും ഡ്രൈവ് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പം നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും പറ്റും. പക്ഷെ അതിന് ആദ്യം എന്താണെന്നറിയാം, നമ്മൾ തന്നെ ശ്രമിക്കണം. പിന്നെ നമ്മൾ സക്സസ് ആവുന്നത് നമ്മൾ സ്വപ്നം കാണണം. നമ്മുടെ APJ സാറ് പറഞ്ഞതുപോലെ നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം,
ഉണർന്നിരിക്കുമ്പോൾ അല്ലെ നമ്മളെ ഉറങ്ങാൻ സമ്മതിക്കാത്തത് എന്താണോ അതാണ് സ്വപ്നം. അപ്പം അതിനെ അങ്ങനെ കാണുക. എനിക്കിത് പഠിച്ചേ പറ്റൂ, എൻ്റെ ഏറ്റവും വലിയ ഡ്രീം ഇതാണ്, എനിക്ക് ഒരു സെൽഫ് സഫിഷ്യന്റ് ആവണമെങ്കിൽ ഡ്രൈവ് ചെയ്യണം എന്നുള്ളൊരു കാഴ്ചപ്പാടും കൺസെപ്റ്റും നിങ്ങൾക്ക് ആദ്യം വേണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. നമ്മൾ ഒന്ന് ചിന്തിച്ച്, നമ്മളെ കുറെ പേര് കളിയാക്കും ഈ റോഡിൽ ഇറങ്ങുന്നത്. ഇപ്പൊ തന്നെ ഞാൻ ഓടിച്ചോണ്ട് പോകുമ്പോൾ എത്രയോ ഡ്രൈവേഴ്സ് ഉണ്ട്, ചിലര് ലേഡീസ് ആണ് ഓടിക്കുന്നതെന്ന് കാണുമ്പോൾ അവര് നമ്മളെ ഒന്നെങ്കിൽ ഒന്ന് സൈഡ് വളച്ച് ഒന്ന് വണ്ടി കൊണ്ടൊന്ന് ഇടിക്കാൻ വരും. അവർക്കൊരു രസമാണ്. അങ്ങനെയുള്ളവരെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എന്നാ എത്രയോ മര്യാദയും മാന്യതയും തരുന്ന എത്രയോ പേരുണ്ടെന്നറിയാവോ. ഭയങ്കരമായിട്ട് സപ്പോർട്ട് തരുന്ന ധാരാളം ജെൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ സപ്പോർട്ട് ചോദിക്കുക. ഫാമിലിയിൽ ഞാൻ പറഞ്ഞ പോലെ ഫാമിലിയിലൊക്കെ അങ്ങനെ സപ്പോർട്ട് ചോദിച്ചിട്ട് അവരുടെ ഹെൽപ്പോട് കൂടി നമുക്ക് സുഖമായിട്ട് ഈ വണ്ടി പഠിക്കാൻ പറ്റും. ഇപ്പം ഒറ്റയ്ക്ക് പഠിക്കുന്നവർ കാണും, ഞാനല്ല, അത് പറ്റാത്തവർക്കുടെ കാര്യമാണ് പറയുന്നത്. അവരോട് ചെറിയൊരു സംശയങ്ങൾ ചോദിച്ച് അവരുടെ ഒരു സപ്പോർട്ടോട് കൂടി ആദ്യം കുറച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്കത് ഉറപ്പായിട്ടും പറ്റും. ഇതിനൊക്കെ ഉണ്ടല്ലോ ആദ്യം വേണ്ടത് നിങ്ങള് എന്ന് വെച്ചാൽ സ്വയം നമ്മൾ തന്നെ വിചാരിക്കണം, എന്നെ കൊണ്ട് പറ്റുമെന്നേ. നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. ഇത് പറ്റാത്തതായിട്ട് യാതൊരു കാര്യവും ഇന്നീ ഭൂമിയിലില്ല. പക്ഷെ നമ്മൾ വിചാരിക്കണം. വിചാരിക്കാതെ പേടിച്ചു മാറിയിരുന്നാലേ ജീവിതത്തിൽ എങ്ങും നമ്മൾ എത്തിപ്പെടുന്നില്ല. അങ്ങനെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഡ്രൈവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എല്ലാവരും ഡ്രൈവ് ചെയ്യണം. സത്യം പറഞ്ഞാൽ അത് വേണം. ഞാനിത് രണ്ടും അനുഭവിച്ച ആളാണ്. ഡ്രൈവ് ചെയ്യുന്നതിന് മുന്നുള്ള സിറ്റുവേഷനും പഠിച്ചതിന് ശേഷമുള്ള സിറ്റുവേഷനും. ഒരു എമർജൻസി ഘട്ടമൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് ചെയ്യാൻ നമുക്ക് പറ്റണം. ഇതൊക്കെ നമ്മളെ വിചാരിച്ച പുഷ്പം പോലെ നടക്കാൻ പറ്റും. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ. നമ്മൾ ചെയ്തല്ലേ പഠിക്കുന്നത് എല്ലാ കാര്യങ്ങളും. അതേപോലെ തന്നെയാണ് ഡ്രൈവിങ്ങും. നമ്മൾ പതുക്കെ ചെയ്യുക, അതിനകത്ത് കൂടുതൽ അറിവ് നേടുക. അപ്പൊ നമുക്ക് എന്തായാലും മസിൽ മെമ്മറി പോലെ ഡ്രൈവിങ്ങും നമുക്കൊരു മെമ്മറി ആയിട്ട് തന്നെ, മസിൽ സ്റ്റോറേജ് മെമ്മറി ആയിട്ട് തന്നെ വരും. സുഖമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും. അപ്പം ഇക്കാര്യങ്ങളോടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. അപ്പൊ ഇനിയും പറഞ്ഞാൽ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു വലിയ യാത്രയിലാണ്. എനിക്ക് ആ യാത്ര കംപ്ലീറ്റ് ചെയ്യണം, സമയം പോവും. ഒരു റോഡ് ട്രിപ്പാണ്, 3 സംസ്ഥാനങ്ങൾ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു റോഡ് ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോസിലൂടെ കാണാം. ഓക്കെ, ബൈ.